ഏറെ പ്രിയപ്പെട്ട സഖാക്കൾ, 19 മുതൽ 22 വരെ തൃശ്ശൂരിൽ വെച്ച് നടന്ന ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി എന്നെ തിരഞ്ഞെടുത്തത്. ഈ കണ്ണൂരിൻ്റെ മണ്ണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ച മണ്ണാണ്. ബാലസംഘത്തിൻ്റെ യൂണിറ്റ് പ്രസിഡൻ്റായി, ബാലസംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി വരെയും, SFIയുടെ സ്കൂൾ കാലഘട്ടത്തിൽ യൂണിറ്റ് പ്രസിഡൻ്റായി, സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി വരെയായും, ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റായും സെക്രട്ടറിയായും, തുടർന്ന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ ട്രഷററും സംസ്ഥാന വൈസ് പ്രസിഡന്റും ഒക്കെയായി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് കരുത്തായത് കണ്ണൂരിൽ നിന്ന് എൻ്റെ സംഘടനാ ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള അനുഭവങ്ങളാണ്, സൗഹൃദങ്ങളാണ്. ആ സഖാക്കളും ആ മണ്ണിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളുമാണ് ഏതൊരു ഉത്തരവാദിത്വത്തെയും കരുത്തോടെ നിർവഹിക്കാൻ എനിക്ക് സാധിച്ചത്. തീർച്ചയായും ആ അഭിമാനം എന്നും എന്നിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിന്റെ മണ്ണിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തിരിച്ചെത്തുമ്പോൾ ആ കണ്ണൂർ നൽകിയ കരുത്ത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സംസ്ഥാനത്തുടനീളം ഈ യുവജനതയെ ചേർത്തുപിടിക്കാൻ, ഡിവൈഎഫ്ഐയുടെ മുദ്രാവാക്യങ്ങളെ മുന്നോട്ട് വെക്കാൻ എനിക്ക് കരുത്താകും എന്ന് തന്നെയാണ് കാണുന്നത്. സഖാക്കളെ, പുതിയ കാലത്തിന്റെ മുദ്രാവാക്യങ്ങളെ, സമരരീതികളെ കൂടിച്ചേർത്ത് വെച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് കൂടിയാണ് നാം നേതൃത്വം കൊടുക്കേണ്ടത്. അത് ദേശീയ തലത്തിലും കേരളത്തിലും ആ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും നേതൃത്വം കൊടുക്കേണ്ടതുണ്ട് എന്ന പുതിയ ഉത്തരവാദിത്തം കൂടിയാണ് 16ാം സംസ്ഥാന സമ്മേളനം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും സമ്മേളനം നൽകിയ കരുത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ യുവതയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ജൻസിയും ജൻ അൽഫയും ഉൾപ്പെടെയുള്ള തലമുറകളെ കൃത്യമായി അഡ്രസ് ചെയ്തുകൊണ്ട് പുതിയ മുദ്രാവാക്യങ്ങളും സമരരീതികളും ഒക്കെ മുന്നോട്ട് വെച്ച് പഴയകാല സമരങ്ങളുടെ ആവേശങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് കരുത്തോടെ ഈ നാടിനെ തകർക്കാൻ, തിന്മകളിലേക്ക് നയിക്കാൻ ശ്രമിക്കുന്ന ഭരണാധികാരികൾക്കും ഭരണകൂടങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാം. തീർച്ചയായും അതിന് കണ്ണൂരിന്റെ അനുഭവങ്ങൾ എനിക്ക് കരുത്ത് പകരുന്നുണ്ട്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും എനിക്ക് നേരിട്ട് പേരെടുത്ത് സംസാരിക്കാൻ പറ്റുന്ന എന്റെ പ്രിയപ്പെട്ട സഖാക്കളാണ്. നിങ്ങൾ ഇന്ന് എനിക്ക് ഇവിടെ നൽകിയ ആവേശകരമായ സ്വീകരണത്തിന് നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെയെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.